+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പാർട്ട് 5. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം സെക്ഷനിൽ നാം ഡിസ്കസ് ചെയ്തത് എക്സസൈസ് 13.1 20 മുതൽ 32 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് 13.1 ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് 33 മുതൽ 40 വരെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഇതോടെ ലിമിറ്റ് എന്ന ഭാഗത്തെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാണ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. അതായത് ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 0 എന്നതും നോൺ 0 ഇങ്ങനെ രണ്ട് തരമായിട്ട്. അപ്പോൾ ഇവിടെ നോൺ 0 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ രണ്ട് ഭാഗം വരും. ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് ആദ്യം ആ ഭാഗം ഈക്വൽ ടു 0ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്നാൽ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതിനെ നമുക്ക് നെഗറ്റീവ് പാർട്ട്, അതായത് ലെസ് ദാൻ 0 എന്ന ഒരു ഭാഗവും ഗ്രേറ്റർ ദാൻ 0 എന്ന മറ്റൊരു ഭാഗവുമായി മാറ്റുന്നു. നമുക്കറിയാം ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. അതായത് ലെസ് ദാൻ 0 നെഗറ്റീവാണ്. എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം മോഡ് -2 എക്സിന് -2 ആണ് കൊടുക്കുന്നത്. അപ്പോൾ മോഡ് -2 ബൈ -2. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -1 ആയിരിക്കും. ഇവിടെ മോഡ് -2 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഇനി മറ്റൊരു വാല്യൂ എടുത്ത് നോക്കാം, ടെസ്റ്റ് ചെയ്യാം. -10 മോഡ് -10 ബൈ -10. അപ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ -1 ആയിരിക്കും. അതായത് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് ബൈ എക്സ് എന്നുള്ളത് -1 ആയിരിക്കും എന്നർത്ഥം. എന്നാൽ നേരെ മറിച്ച് പോസിറ്റീവ് ആകുമ്പോൾ എന്താണെന്ന് നോക്കാം. ഇതേ 2 തന്നെ നോക്കാം. ഇപ്പോൾ മോഡ് 2 ബൈ 2 രണ്ടും പോസിറ്റീവാണ്, ഒരേ വാല്യൂ തന്നെയാണ് അല്ലെങ്കിലും. അപ്പോൾ വീണ്ടും 1. ഇനി പോസിറ്റീവ് വാല്യൂ ഒരു 100 നോക്കാം. മോഡ് 100 ബൈ 100. അപ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. അതായത് മോഡ് എക്സ് ബൈ എക്സ് എന്നുള്ളതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ -1, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1, കൂടാതെ ഈക്വൽ ടു 0 ആണെങ്കിൽ 0. ഇങ്ങനെ 3 ആക്കി നാം സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, അതായത് രണ്ട് തരം ക്വസ്റ്റ്യനാണ് ഇതിൽ വരാൻ പറ്റുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് എന്നുള്ളതും അല്ലെങ്കിൽ എക്സ് ബൈ മോഡ് എക്സ്, ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തത് നമ്മൾ 3 ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നർത്ഥം. അതാണ് നമ്മളവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മളൊന്ന് മാറ്റി എഴുതുന്നു. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1, പിന്നെ കൂടാതെ +1, അല്ലെങ്കിൽ മറ്റൊരു ഭാഗമുള്ളത് 0 നാം മാറ്റം വരുത്തിയിട്ടില്ല, പഴയത് തന്നെയാണ്. അതായത് എപ്പോഴാണ് -1 വരുന്നത്? ഇഫ് എക്സ് ലെസ് ദാൻ 0. കൂടാതെ +1 ആയിരിക്കും എപ്പോൾ? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി കൂടാതെ ഇവിടെ തന്നിട്ടുണ്ട് 0 ആണ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് തന്നതിനെ നാം 3 ആക്കി മാറ്റി എന്ന് മാത്രം. ഇനി നമുക്കിവിടെ കാണേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആണ്. 0 എഫ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് കാണുന്നു, 0 പ്ലസ് കാണുന്നു. രണ്ട് തരം നൊട്ടേഷൻ ഉണ്ട്. LIM എന്നും എഴുതാം, LT എന്നും എഴുതാം. നാം ഇതുവരെ ചെയ്തിരുന്നത് LIM ആയിരുന്നു. നമുക്ക് അടുത്ത മെത്തേഡും കൂടി, അടുത്ത മോഡൽ നൊട്ടേഷനും കൂടി ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി നമ്മൾ LT എന്ന മറ്റൊരു നൊട്ടേഷൻ ഉപയോഗിക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0 മൈനസ് ആണെങ്കിൽ നാം ഇവിടെ കണ്ടു, 0 മൈനസ് ആണെങ്കിൽ -1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ആണെങ്കിൽ -1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ -1.
-1 അതേപോലെ റീറ്റെയിൻ ചെയ്യുന്നു. എക്സ് ഉണ്ടെങ്കിൽ അതുപോലെ കൊടുക്കാം, ഇല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് അതേ രീതിയിൽ റീറ്റെയിൻ ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് പറയാം ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ഈക്വൽ ടു -1. ദെൻ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എക്സിൻ്റെ, അതായത് 0 എന്നുള്ളതിൻ്റെ റൈറ്റ് ലിമിറ്റ്, 0ൻ്റെ റൈറ്റ് ലിമിറ്റ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. പോസിറ്റീവ് പാർട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ കണ്ടെത്തി +1 ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 +1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 0, അപ്പോൾ 1. അപ്പോൾ നമുക്ക് കിട്ടിയ റൈറ്റ് ലിമിറ്റ് +1 ആണ്. +1 ഒരു വാല്യൂ +1 ആണ്, ഒരു വാല്യൂ -1 ആണ്. അതായത് റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് 1 ആണ്. പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ അതിൻ്റെ കൂടെ ഈ ഭാഗത്ത് ഇല്ലാത്തതാണെങ്കിൽ കൂടി നമുക്ക് മറ്റൊരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. അതായത് ലെഫ്റ്റ് ലിമിറ്റ് -1 ആണ്, റൈറ്റ് ലിമിറ്റ് 1 ആണ്, ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇത് മൂന്നും കൂടി ഈക്വൽ ആകുമ്പോഴാണ് നാം പറയുന്നത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നത്. ഇതാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള 5ാമത്തെ ചാപ്റ്റർ, നേരത്തെ സൂചിപ്പിച്ചിരുന്ന, അതായത് ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി തുടങ്ങിയ സെക്കൻഡ് ഇയറിലെ ചാപ്റ്ററിൽ അഡീഷണലായിട്ട് വരുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി ഈക്വൽ ആണെങ്കിൽ 0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുകൂടി പറയുന്നു. ഇവിടെ നാം പഠിക്കുന്നത് ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ പഠിക്കുന്നു, റൈറ്റ് ലിമിറ്റ് കാണാൻ പഠിക്കുന്നു. രണ്ടും ഫൈനൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, റൈറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നു. കൂടാതെ ഈക്വലുമാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് എന്ന് പറയുന്നു. കൂടാതെ ഇതേ വാല്യൂ തന്നെയാണ് എഫ് ഓഫ് 0, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 ഈക്വൽ ടു 0. അതും കൂടി ഈക്വൽ ആണെങ്കിൽ നാം പറയും ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 0. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 വന്നാൽ നാം പറയുന്നു 0 എന്ന പോയിന്റിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. ഇത് മാത്രമാണ് സെക്കൻഡ് ഇയറിൽ അഡീഷണലായിട്ട് കണ്ടിന്യൂസ് എന്ന ഭാഗത്ത് പഠിക്കുന്നത്. അതിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 34. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ മാറ്റം വന്നത് ഡിനോമിനേറ്ററിലാണ് മോഡ് എക്സ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒന്ന് മാറ്റി എഴുതാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 സ്പ്ലിറ്റ് ചെയ്തതിനെ നാം 3 സ്പ്ലിറ്റ് ചെയ്യുന്നു. -1 ആണ് ഇഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ, 1 ആണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. 0 നേരത്തെ തന്നത് തന്നെയാണ്. 0 ഇഫ് എക്സ് ഈക്വൽ ടു 0 2 തന്നിരിക്കുന്നത്. അതായത് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതിനെ നാം 2 സ്പ്ലിറ്റ് ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്കിവിടെ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് 0 എന്നുള്ള പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0 മൈനസ് ആണെങ്കിൽ നാം കണ്ടെത്തി, ലെസ് ദാൻ 0 ആണെങ്കിൽ -1 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -1 ആണ്. എക്സ് ഉണ്ടെങ്കിൽ വാല്യൂ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ -1 എന്ന വാല്യൂ അതേ രീതിയിൽ റീറ്റൈൻ ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 0 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് -1 ആണ്, ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1 ആണ്.
അതുകൊണ്ട് തന്നെ ലിമിറ്റ് വാല്യൂ +1. ഇപ്പം ലെഫ്റ്റ് ലിമിറ്റ് -1, റൈറ്റ് ലിമിറ്റ് +1. റൈറ്റ് ലിമിറ്റ് +1 ആണ്, ഫൈനൈറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ്. പക്ഷേ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല, 0 എന്ന പോയിന്റിൽ ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം 0 എന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ഇതിൻ്റെ കൺക്ലൂഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതിൻ്റെ വാല്യൂ കാണാൻ ചോദിച്ചാൽ വാല്യൂ ഇല്ല എന്ന് പറയല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എഴുതേണ്ടത് എന്നർത്ഥം. Then next question, find limit x tends to 5 f of x where f of x equal to mod x minus 5. നമ്മൾ ഇതേ രീതിയിൽ തന്നെ x tends to 5 കാണാൻ ലിമിറ്റ് x tends to 5 മൈനസ് കാണണം, 5 പ്ലസ് കാണണം. രണ്ടും ഈക്വൽ ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് x tends to 5 മൈനസ് എഫ് ഓഫ് എക്സ് equal to limit x tends to 5. 5 മൈനസ് ആവുമ്പോൾ വരുന്ന മാറ്റം നമുക്കറിയാം. മോഡ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുന്നത്, മോഡ് എക്സിൻ്റെ വാല്യൂ -x വരുന്നത് x ലെസ് ദാൻ 0 ആണ്. ഇവിടെ 5 മൈനസ് ആണെങ്കിൽ -5 എന്നല്ല അർത്ഥം, 5ൽ നിന്ന് കുറച്ച് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മോഡ് x-5 എന്ന് പറഞ്ഞാൽ x-5 തന്നെയാണ്, മോഡ് x-5. അപ്പോൾ അതുകൊണ്ട് എക്സിന് 5 കൊടുത്താൽ, ലിമിറ്റ് കൊടുത്താൽ 5 - 5 = 0. അതായത് നമുക്കിവിടെ എഴുതാനുള്ളത്, ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, മോഡ് എക്സിൻ്റെ വാല്യൂ, അതായത് ഇവിടെ നമുക്ക് എഴുതാനുള്ള ഒരു പ്രധാന കാര്യം മോഡ് എക്സിൻ്റെ വാല്യൂ x ആണ്. അതായത് മോഡ് എക്സിൻ്റെ വാല്യൂ x ആണ്. എപ്പോഴാണ്? x ഗ്രേറ്റർ ദാൻ 0. കൂടാതെ മോഡ് എക്സിൻ്റെ വാല്യൂ -x ആണ്, x ലെസ് ദാൻ 0. ഈ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇത് എഴുതിയിട്ടുള്ളത്. x 5നേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ 0നേക്കാൾ ചെറുത് എന്നുള്ളതല്ല അർത്ഥം, 5ൽ നിന്ന് കുറച്ച് കുറവ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്. ഇനി റൈറ്റ് ലിമിറ്റ്, 5ൻ്റെ റൈറ്റ് ലിമിറ്റ് 5നേക്കാൾ കൂടുതൽ, വളരെ ചെറിയ എമൗണ്ടാണ് കൂടുതൽ വരുന്നത്. ലിമിറ്റ് x ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇതേപോലെ എഴുതുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 5, 5നേക്കാൾ കൂടുതലാണെങ്കിൽ മോഡ് എക്സ് എല്ലായ്പ്പോഴും പോസിറ്റീവ് തന്നെയാണ്, -5, x -5. എക്സിന് 5 കൊടുത്താൽ നേരത്തെ രീതിയിൽ തന്നെ 5 - 5 = 0. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്, ഫൈനൈറ്റ് ആണ്. റൈറ്റ് ലിമിറ്റ് 0 ആണ്, ഫൈനൈറ്റ് ആണ്. രണ്ടും ഫൈനൈറ്റ് ആയതുകൊണ്ട് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നു, കൂടാതെ രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് x ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ്, അതിൻ്റെ വാല്യൂ കാണാൻ ചോദിച്ചിട്ടുണ്ട്, = 0. Then next question, suppose f of x equal to a plus bx, x less than 1, for if x equal to 1, b minus ax if x greater than 1. ഇങ്ങനൊരു ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അതായത് 1നേക്കാൾ ചെറുത്, = 1, greater than 1. And if limit x tends to 1, f of x equal to f of 1, what are the possible values of a and b? നമുക്കിവിടെ 1ൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് കാണാം, 1ൻ്റെ റൈറ്റ് ലിമിറ്റ് കാണാം. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് നാം പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്. അത് എന്തിനോടുകൂടി ഈക്വലാണ്? എഫ് ഓഫ് 1നോട് ഈക്വലാണ്. ഇവിടെ നമുക്ക് എഫ് ഓഫ് 1 തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4, ഇഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ അർത്ഥം എഫ് ഓഫ് 1 = 4. എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് 1 = 4 എന്ന് കിട്ടുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1ൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്.
നമ്മളിവിടെ 1 മൈനസ് ആകുമ്പോൾ എഴുതുന്നത് 1നേക്കാൾ ചെറുത്. 1നേക്കാൾ ചെറുത് വരുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എ പ്ലസ് ബി എക്സ് കൊടുക്കുന്നു. അപ്പോൾ എ പ്ലസ് ബി എക്സ് കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എ പ്ലസ് ബി. അപ്പോൾ 1 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടെത്തി എ പ്ലസ് ബി. ഇനി 1 എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റ് കാണുന്നു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. 1 എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് ബി മൈനസ് എ എക്സ് ആണ്. ബി മൈനസ് എ എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുന്നത് 1. എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ നമുക്ക് കിട്ടിയത് ബി മൈനസ് എ. ഇപ്പം ലെഫ്റ്റ് ലിമിറ്റ് എ പ്ലസ് ബി, ലെഫ്റ്റ് ലിമിറ്റ് എ പ്ലസ് ബി, റൈറ്റ് ലിമിറ്റ് ബി മൈനസ് എ. കൂടാതെ നമുക്കറിയാവുന്നത് എഫ് ഓഫ് 1 തന്നിട്ടുണ്ട്. 1 എന്ന പോയിൻറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ അതാണ് തന്നിരിക്കുന്ന 4. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂയും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഗിവൺ തന്നിരിക്കുന്നുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എഴുതാം ഗിവൺ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഇതെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ന് പറയണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസും 1 പ്ലസും ഈക്വൽ ആയിരിക്കണം. അത് എഫ് ഓഫ് 1നോട് ഈക്വൽ ആയിരിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് ഇങ്ങനെ എഴുതാം. അതായത് എ പ്ലസ് ബി എന്നുള്ളത് ഈക്വലാണ് 4നോട്. ഇനി അടുത്തത് ബി മൈനസ് എ. ബി മൈനസ് എയും എന്തിനോട് ഈക്വലാണ്? 4നോട് ഈക്വലാണ്. ലെഫ്റ്റ് ലിമിറ്റും എഫ് ഓഫ് 1നോട് ഈക്വൽ ആയിരിക്കും, റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് 1നോട് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ അതായത് ബി പ്ലസ് എ ഈക്വൽ ടു 4, ബി മൈനസ് എ ഈക്വൽ ടു 4, അത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം. അതായത് ബി പ്ലസ് എ ഈക്വൽ ടു 4, ബി മൈനസ് എ ഈക്വൽ ടു 4. അപ്പോൾ ആഡ് ചെയ്താൽ 2b ഈക്വൽ ടു 8. ആഡിങ് 2b ഈക്വൽ ടു 8. അതായത് ബി ഈക്വൽ ടു 4. ബി ഈക്വൽ ടു 4. ബി ഈക്വൽ ടു 4 ആണെങ്കിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ കൊടുത്താൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് എ ഈക്വൽ ടു 0. അപ്പോൾ ഉള്ള വാല്യൂ വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, അതായത് എക്കും ബിക്കും കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എ ഈക്വൽ ടു ദാറ്റ് ഈസ് എ ഈക്വൽ ടു 4, എ ഈക്വൽ ടു 0, b equal to 4 are the values. Then next question, let a1, a2, etc. an be fixed real numbers and define a relation f of x equal to x minus a1 into x minus a2 into etc. into x minus an. അതാണ് തന്നിരിക്കുന്ന f of x. What is limit x tends to a1 f of x? രണ്ടാമത്തൊരു ചോദ്യം, ഫോർ സം എ നോട്ട് ഈക്വൽ ടു a1, a2, എക്സെട്ര an കമ്പ്യൂട്ട് x മൈനസ് എക്സ് ടെൻസ് ടു എ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. നമ്മൾ ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു a1 എഫ് ഓഫ് എക്സ് കാണും. ലിമിറ്റ് എക്സ് ടെൻസ് ടു a1 എഫ് ഓഫ് എക്സ്. നമുക്കിവിടെ അറിയാം എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു a1 എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് അറിയാം, എക്സ് മൈനസ് a1 ഇൻറ്റു എക്സ് മൈനസ് a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് an. ഡയറക്റ്റായിട്ട് എക്സ് കാണുന്നിടത്ത് a1 കൊടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് നമ്മൾ എഴുതില്ല പിന്നെ. അതായത് a1 മൈനസ് a1 ഇൻറ്റു a1 മൈനസ് a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു a1 മൈനസ് an. നമുക്കറിയാം ആദ്യത്തെ വാല്യൂ 0 ആണ്, 0 ഇൻറ്റു ബാക്കിയെല്ലാം അതുകൊണ്ട് 0. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു a1 എഫ് ഓഫ് എക്സ് കിട്ടി, അത് 0 ആണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം ഉള്ളത്,
കമ്പ്യൂട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഗിവൺ എഫ് ഓഫ് എക്സ്, അതായത് എക്സ് മൈനസ് എ വൺ ഇൻറ്റു എക്സ് മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് എ എൻ. ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ എക്സിന് എ കൊടുക്കുന്നു, അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എ മൈനസ് എ വൺ ഇൻറ്റു എ മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എ മൈനസ് എ എൻ. ഇതേ രീതിയിൽ കൂടുതലൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ സാധ്യമല്ല. ഇത്രയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നതായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വാല്യൂ കമ്പ്യൂട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ വൺ ഇൻറ്റു എ മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എ മൈനസ് എ എൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. If f of x equal to mod x plus 1, if x less than 0, then രണ്ടാമത്തെ f of x equal to 0, if x equal to 0, mod x minus 1, if x greater than 0. ഇങ്ങനെ f of x നെ മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. For what value or values of a does limit x tends to a f of x exist? അപ്പോൾ ഇവിടെ a ഇന്ന വാല്യൂ ആണെന്ന് തന്നിട്ടില്ല. നമുക്കിവിടെ തന്നിരിക്കുന്നത് എക്സ് എന്ന വേരിയബിൾ ലെസ് ദാൻ 0, ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ 0 എന്ന രീതിയിലാണ്. അപ്പോൾ എ എന്ന വാല്യൂ ഏത് സമയത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ എ നമുക്കറിയാം 3 തരത്തിലാണ് എ വരിക. ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. കാരണം അതിനനുസരിച്ചാണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂ 0 വരുന്നത് നോക്കാം. അതായത് വെൻ എ ഈക്വൽ ടു 0. അപ്പോൾ ഒന്നാമത്തെ കേസായിട്ട് നമ്മൾ വെൻ എ ഈക്വൽ ടു 0, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. എയുടെ വാല്യൂ 0 വരുന്ന ആദ്യത്തെ കേസ്. എയുടെ വാല്യൂ 0 വരുമ്പോൾ എങ്ങനെ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് കാണുന്നു, കാരണം എയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യണത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ആകുമ്പോൾ ഉള്ള വാല്യൂ മോഡ് എക്സ് പ്ലസ് 1 ആണ്. ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ നമുക്കറിയാം നെഗറ്റീവ് ആണെങ്കിൽ ലെസ് ദാൻ 0 ആണ്. മോഡ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് ആണ്, എക്സ് ലെസ് ദാൻ 0. അപ്പോൾ മൈനസ് എക്സ് പ്ലസ് 1. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എക്സിന് 0 ആണ്. അപ്പോൾ മൈനസ് 0 പ്ലസ് 1. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1 എന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ, പ്ലസ് 1. ദെൻ 0 എന്ന പോയിൻ്റ് തന്നെ റൈറ്റ് ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് 1 ആണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 0നേക്കാൾ വലിയ വാല്യൂ ആണെങ്കിൽ ഇതാണ് രണ്ടാമത്തേതാണ് നമ്മുടെ ഫംഗ്ഷൻ മോഡ് എക്സ് മൈനസ് 1. ഇനി മോഡ് എക്സ് മൈനസ് 1 ആണെങ്കിൽ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, മോഡ് എക്സിൻ്റെ വാല്യൂ എക്സിന് കൊടുക്കുന്നത് 0 പ്ലസ് ആണ്, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 തന്നെയാണ്. അതായത് എക്സ് ടെൻസ് ടു 0, മോഡ് എക്സിൻ്റെ വാല്യൂ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് തന്നെ ആയിരിക്കും എന്നർത്ഥം. ഇപ്പം നമുക്ക് കിട്ടിയത് 0
-1. 0 -1 ആണെങ്കിൽ ആൻസർ കിട്ടിയത് -1. ഇപ്പോൾ തന്നെ കൺക്ലൂഡ് ചെയ്യേണ്ടത് 0 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, കാരണം 1 ഫൈനൈറ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1 ആണ്. -1 ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് റൈറ്റ് ലിമിറ്റ് അറ്റ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0 എക്സിസ്റ്റ്. പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, രണ്ടും ഈക്വൽ ആയിരിക്കുകയും വേണം. നമുക്കിനി അടുത്തൊരു കേസ് വരുന്നത് എ ലെസ് ദാൻ 0 ആണ്. എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ദെൻ നമുക്ക് അടുത്ത കേസ് നോക്കാം. വെൻ എ ലെസ് ദാൻ 0, അതായത് വെൻ എ ലെസ് ദാൻ 0, എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ സമയത്തുള്ള ലെഫ്റ്റ് ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, ഇവിടെ നമ്മൾ എ തന്നെയാണ് എഴുതുന്നത്, കാരണം 0നേക്കാൾ ചെറിയ വാല്യൂ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്. എ മൈനസ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അർത്ഥം മോഡ് എക്സ് പ്ലസ് 1 ആയിരിക്കും ഫങ്ഷൻ. മോഡ് എക്സ് -1 ആണെങ്കിൽ നമുക്കറിയാവുന്നത് എയുടെ വാല്യൂ മോഡ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, കൂടാതെ മോഡ് എക്സിൻ്റെ വാല്യൂ -x ആയിരിക്കും. -x പ്ലസ് 1. ഈ വാല്യൂ ഡയറക്റ്റ് എക്സിന് എ കൊടുത്താൽ -a പ്ലസ് 1, -a പ്ലസ് 1, അല്ലെങ്കിൽ 1 - a എന്ന് എഴുതാം. ഇതാണ് ഇവിടെ നമുക്ക് ആദ്യത്തെ കേസിൽ വന്നിട്ടുള്ളത്. ഈ എക്സും എയും തമ്മിലുള്ള കണ്ടീഷൻ ഒന്ന് എഴുതാം. അതായത് എക്സ് ലെസ് ദാൻ എ ലെസ് ദാൻ 0 ആണ്. ഈ സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത് മോഡ് എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു -x ആണ്. ഇനി രണ്ടാമത്തൊരു കേസ് വരുന്നത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ആ സമയത്തും നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് മോഡ് എക്സ് ഈക്വൽ ടു -x. ഇതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിനി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് കാണുന്നു, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ആണെങ്കിലും ഇവിടെ നമ്മുടെ ഫങ്ഷൻ വ്യത്യാസം വരുന്നില്ല. അതായത് ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ അപ്പോഴും ഫങ്ഷൻ മോഡ് എക്സ് പ്ലസ് 1 തന്നെയാണ്. ഈക്വൽ ടു കൊടുക്കുന്ന വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ നെഗറ്റീവാണ്, എ നെഗറ്റീവാണ്, അതുകൊണ്ട് -x പ്ലസ് 1. ആ സമയത്തും നമുക്ക് കിട്ടുന്ന വാല്യൂ -a പ്ലസ് 1. ഇപ്പം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫൈനൈറ്റ് ആണ്, എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കിതിനെ ഈ രണ്ട് സ്റ്റെപ്പിനും കൂടി കൺക്ലൂഡ് ചെയ്യാം. അതായത് കൺക്ലൂഡ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് ഒന്നിച്ചെഴുതാം, -a പ്ലസ് 1. ഏത് സമയത്താണിത് എന്നും കൂടി എഴുതാം. വെൻ എ ലെസ് ദാൻ 0, എ നെഗറ്റീവ് ആകുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തൊരു പോസിബിലിറ്റി ഉള്ളത് വെൻ എ ഗ്രേറ്റർ ദാൻ 0.
എയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് ഇവിടെയുള്ള കേസ് നേരെ തിരിച്ചാണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ഇങ്ങനെ വരുമ്പോൾ മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് ആയിരിക്കും, പോസിറ്റീവ് എക്സ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ 0 ലെസ് ദാൻ എ ലെസ് ദാൻ എക്സ് ഇങ്ങനെ വരുമ്പോൾ അപ്പോഴും മോഡ് എക്സ് തന്നെയായിരിക്കും, പോസിറ്റീവ് എക്സ് ആയിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എക്സിൻ്റെ എ എന്ന പോയിൻറ്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണുന്നത് എന്നർത്ഥം. എ മൈനസ് എഫ് ഓഫ് എക്സ്, എ പോസിറ്റീവാണ്. അപ്പോൾ എയിൽ നിന്ന് ചെറിയൊരു വാല്യൂ കുറച്ചാലും അത് പോസിറ്റീവ് തന്നെയാണ് എന്നർത്ഥം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, ഈ സമയത്തുള്ള എഫ് ഓഫ് എക്സ് നമുക്കറിയാം മോഡ് എക്സ് മൈനസ് 1 ആണ്. മോഡ് എക്സ് മൈനസ് 1 ആണെങ്കിൽ എ എന്നുള്ളത് ഇവിടെ പോസിറ്റീവാണ്. പോസിറ്റീവാണെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെയാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, എക്സ് മൈനസ് 1. എക്സിന് എ കൊടുത്താൽ ഇവിടെ നമുക്ക് മൈനസിൻ്റെ ആവശ്യമില്ല. മൈനസിൻ്റെ വാല്യൂ എക്സിന് എ കൊടുത്താൽ എ മൈനസ് 1 എന്ന് കിട്ടുന്നു. എ മൈനസ് 1. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എ മൈനസ് 1 ഫൈനൈറ്റ് വാല്യൂ ആണ്, എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ എ എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റ് കാണുന്നു. എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ്, നേരത്തെ പോലെ തന്നെ മോഡ് എക്സ് മൈനസ് 1 പോസിറ്റീവാണ്. അപ്പോൾ കിട്ടുന്ന വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഈക്വൽ ടു എ മൈനസ് 1. ഇപ്പം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എ ആണ്. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ മൈനസ് 1 കണ്ടീഷൻ വെൻ എ ഗ്രേറ്റർ ദാൻ 0. അതായത് ഇത് രണ്ടും കൂടി കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിറ്റ്സ് ഫോർ ഓൾ എ നോട്ട് ഈക്വൽ ടു 0 എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് നമുക്ക് എഴുതാനുള്ളത് ഇതും കൂടി എഴുതണം. ദസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, നമുക്ക് എന്ന വാല്യൂ എന്ന് കൊടുക്കാൻ പറ്റില്ല, എക്സിസ്റ്റ് എന്നെഴുതാം. എക്സിസ്റ്റ് ഫോർ ഓൾ എ നോട്ട് ഈക്വൽ ടു 0, നോൺ 0 വാല്യൂവിന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കൺക്ലൂഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the function f of x satisfies limit x tends to 1 f of x minus 2 by x square minus 1, evaluate limit x tends to 1 f of x satisfies. If the function f of x satisfies limit x tends to 1 f of x minus 2 by x square minus 1, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് വിട്ടുപോയതാണ്. ഈക്വൽ ടു പൈ എന്നുകൂടി തന്നിട്ടുണ്ട്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. നമുക്കിവിടെ തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് എഴുതാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1, ഇതാണ് തന്നിരിക്കുന്ന പൈ. ഇതിനനുസരിച്ച് നമ്മൾ റൂള് പ്രകാരം ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1. ഈ വാല്യൂ ആണ് തന്നിരിക്കുന്ന പൈ. നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും.
ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ഈക്വൽ ടു പൈ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1. എക്സിന് 1 കൊടുത്താൽ കിട്ടുന്ന വാല്യൂ പൈ ഇൻറ്റു 1 സ്ക്വയർ 1 മൈനസ് 1 ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഇതാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. നമുക്ക് ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ഓരോ ടേമിനും ലിമിറ്റ് കൊടുക്കാം. എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2 ഈക്വൽ ടു 0. ഈ 2 ഈ ഭാഗത്തിന് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമുക്കറിയാം വേരിയബിൾ ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്പർ അതേപോലെ റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 13.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ലിമിറ്റ് എന്ന സെക്ഷനിലെ അവസാന ക്വസ്റ്റ്യൻ. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ലെസ് ദാൻ 0, എം എൻ എക്സ് പ്ലസ് എം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എൻ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എം ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെ ഫംഗ്ഷനെ 3 ആക്കി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഫോർ വാട്ട് ഇൻറ്റീജേഴ്സ് എം ആൻഡ് എൻ ഡസ് ബോത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് സമയത്താണ് എമ്മിനും എന്നിനും ഏത് ഇൻറ്റീജർ വാല്യൂ കൊടുക്കുമ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 0 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണുന്നു. അപ്പോൾ ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. നമുക്കറിയാം 0നേക്കാൾ കുറവ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് എം എക്സ് സ്ക്വയർ പ്ലസ് എൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് കൊടുക്കുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സ് കൊടുക്കുന്നു. എം എക്സ് സ്ക്വയർ പ്ലസ് എൻ. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 0 ആണ്. അപ്പോൾ എം ഇൻറ്റു 0 സ്ക്വയർ, എം ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് എൻ. ഇപ്പം ആൻസർ വരിക എൻ എന്നതാണ് നമ്മുടെ ആൻസർ. ഇപ്പം ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി എൻ. ഇനി 0 എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റ് കാണുന്നു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0 പ്ലസ് 0നേക്കാൾ കൂടുതൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്കറിയാം രണ്ടാമത്തെ എൻ എക്സ് പ്ലസ് എം ആണ് 0 മുതൽ 1 വരെ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, നമ്മൾ 0 പ്ലസ് എന്നുള്ളത് 0 ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എഫ് ഓഫ് എക്സിൻ്റെ എൻ എക്സ് പ്ലസ് എം എന്നും എഴുതുന്നു. എൻ എക്സ് പ്ലസ് എം. അപ്പോൾ നമുക്ക് എൻ എക്സിന് 0 കൊടുത്താൽ എൻ ഇൻറ്റു 0 പ്ലസ് എം. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എം ആണ് കിട്ടിയ വാല്യൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു കൊടുക്കാം. അതായത് ഒരു ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് എൻ കിട്ടി, റൈറ്റ് ലിമിറ്റ് എം കിട്ടി. എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചത്? രണ്ടും തുല്യമാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ദസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസും 0 മൈനസും ഈക്വൽ ആകുന്നത്, അതായത് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇഫ് എപ്പോഴാണ് എമ്മും എന്നും തുല്യമാകുമ്പോൾ എം ഈക്വൽ ടു എൻ. അപ്പോൾ രണ്ടിൻ്റെയും ഉത്തരം ഒന്നായിട്ട് മാറും. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വലായിട്ട് മാറും എന്നർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം ഇതിൽ ചെയ്യാനുള്ളത് 1 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റും കാണുക എന്നുള്ളതാണ്. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് കാണുന്നു, 1ൻ്റെ റൈറ്റ് കാണുന്നു. 1ൻ്റെ ലെഫ്റ്റ്, 1ൻ്റെ റൈറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അടുത്ത പേജിൽ എഴുതാം. അതായത് ലിമിറ്റ് എക്സ്
ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്, 1 മൈനസ് ഉള്ള സമയത്തുള്ള എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഈ സമയത്തുള്ള എഫ് ഓഫ് എക്സ് നമുക്കറിയാം എൻ എക്സ് പ്ലസ് എം, അതായത് കിട്ടുന്ന വാല്യൂ നമുക്കറിയാം എൻ പ്ലസ് എം, നമുക്കത് എം പ്ലസ് എൻ എന്നെഴുതാം. ഇപ്പം ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി. ഇനി 1 എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റാണ് നാം കാണുന്നത്, 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ 1 പ്ലസ് എഫ് ഓഫ് എക്സ് കാണുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഈ സമയത്തുള്ള എഫ് ഓഫ് എക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എൻ എക്സ് ക്യൂബ് പ്ലസ് എം ആണ്. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ നമുക്കറിയാം എൻ ഇൻറ്റു 1 ക്യൂബ് പ്ലസ് എം ആണ്. അതായത് ഇപ്പോഴും നമുക്ക് എന്ത് തന്നെ എഴുതാം, എം പ്ലസ് എൻ എന്നെഴുതാം, എം പ്ലസ് എൻ. അതായത് രണ്ട് വാല്യൂ നമുക്ക് ഈക്വലായിട്ട് കിട്ടി. അതായത് 1 മൈനസും 1 പ്ലസും ഈക്വലാണ്. അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് കൂടി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ഇത് തന്നെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് രണ്ടിൻ്റെയും വാല്യൂ എന്തിനോട് ഈക്വലാണ്, എം പ്ലസ് എന്നോട് ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസും വേണ്ട 1 മൈനസും വേണ്ട. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ എന്തിനോട് ഈക്വലാണ്, എം പ്ലസ് എന്നിനോട് ഈക്വലാണ്. ഇനി നമുക്ക് മൊത്തം കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് എഴുതാം. എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും കൂടിയാണ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം പ്ലസ് എൻ ഫോർ ഓൾ ഇൻ്റഗ്രൽ വാല്യൂസ് ഓഫ് എം ആൻഡ് എൻ. അതായത് ദസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് വേണമെങ്കിൽ ഈക്വൽ ടു എന്ന് തന്നെ എഴുതാം, ഈക്വൽ ടു എം പ്ലസ് എൻ ഫോർ ഓൾ ഇൻ്റഗ്രൽ വാല്യൂസ് ഓഫ് എമ്മും എന്നും ഇൻറ്റീജർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ വാല്യൂസ് ഓഫ് എം ആൻഡ് എൻ. ഇതോടെ ഈ സെക്ഷനിലുള്ള, അതായത് 31.1ലുള്ള ലിമിറ്റ് എന്ന സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡെറിവേറ്റീവ്, ഈ സെക്ഷനിൽ തന്നെ, ഈ ചാപ്റ്ററിൽ തന്നെ രണ്ടാമത്തെ ഭാഗം, അതായത് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ലിമിറ്റ് എന്ന ഭാഗമാണ് ഇതോടെ അവസാനിച്ചത്. അടുത്ത ക്ലാസ്സിൽ എന്താണ് ഡെറിവേറ്റീവ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.